ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി ഷീറ്റിൻ്റെ വീഡിയോ ആയിട്ട് വരാത്ത, അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ വീഡിയോൻ്റെ സൈറ്റ് വർക്കുകൾ സ്റ്റെയർ കേസിൻ്റെ വീഡിയോ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റൂഫിംഗ് ഷീറ്റ് ഇടാൻ വേണ്ടി പോയെന്ന്. അതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ ഷീറ്റ് വരുന്ന രീതിയിലാണ് സെറ്റാക്കുന്നത്. കാരണം ഇതിൻ്റെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ സീലിംഗ് അടിക്കുന്ന സമയത്തേക്ക് നമുക്കിപ്പോൾ ഇതൊരു വർക്ക് ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫാൾ സീലിംഗ് അടിക്കുന്ന സമയത്തേക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ബോക്സ് പോലെ വരും. അത് വരാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടി ഈ ടോപ്പിൽ നിന്ന് പോയിട്ട് വാട്ടർ ലെവൽ ചെയ്യുന്ന രീതിയിൽ ഒരു 2-3 ഇഞ്ച് വളരെ നൈസായിട്ടുള്ള സ്ലോപ്പ് മാത്രം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഈ ലെവലിൽ നിന്ന് വാട്ടർ ലെവൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബീം ഇട്ട് കൊടുക്കും. ഇവിടുന്ന് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നുണ്ടാവില്ല, 2 തൂണ് തമ്മിലുള്ള ആ ഒരു ബീം ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇപ്പോൾ സമയം 9 മണി. നമുക്ക് തീരുന്ന സമയത്തേക്ക് കറണ്ടൊന്നും പോയില്ലെങ്കിൽ എത്രയാവും എന്നുള്ളതും കൂടി കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഇപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളതാണ് ചെയ്തത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ട സ്ഥലം. ഇതിൻ്റെ ഈ ഗ്യാപ്പും ഇതൊക്കെ കാണുന്നില്ലേ, എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നല്ല വൃത്തി ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഏതൊരു ആംഗിളിൽ നോക്കുന്ന സമയത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഗ്രില്ല് അടിച്ചു കൊടുക്കണമല്ലോ, അത് കിട്ടാൻ വേണ്ടി ആദ്യത്തെ റാഫ്റ്റർ അടിച്ചു കൊടുക്കുന്നത് ഈ ഒരു ഭാഗം സെൻറ്റർ വരുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ അവിടെ സെൻറ്റർ വരുന്ന രീതിയിൽ ഒരു റാഫ്റ്റർ അവിടെ അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഗ്രില്ലിൻ്റെ ആ ഒരു ഭാഗം ഓക്കെ ആയി. ഇവിടെ വരുന്ന ബീം അടിക്കുന്ന സമയത്തേക്ക് ആ ബീമും ഇതിൻ്റെ സെൻട്രലായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ റാഫ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയെന്ന് ഈ ലെവലിലാണ് നമ്മൾ റാഫ്റ്റർ അടിച്ചു കൊടുക്കുക. അതായത് ആ 1 ഇഞ്ച് പൈപ്പ് ഉണ്ടോ അതിൻ്റെ താഴേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്ക് കൊള്ളിച്ചിട്ട് അടിക്കാൻ വേണ്ടി പറ്റും. എക്സ്ട്രാ നമ്മൾ ഫ്ലാറ്റും അടിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് മുകളിലോട്ടേക്ക് ഒരടി കടന്നു നിൽക്കുന്ന രീതിയിൽ ഷീറ്റ് വെക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് വെള്ളം തെറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് വരികയും ചെയ്യാം. ഇതാണ് നമ്മളെ എക്സ്റ്റൻഷൻ കേട്ടോ. RCCB ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മൾ മുകളിൽ നിന്നൊക്കെ ഷോക്ക് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ലീക്കേജ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവിടെ അങ്ങ് ട്രിപ്പ് ആയിക്കോളും. ആ കനം കണക്കാക്കിയിട്ട് നമ്മളവിടെ 2 സെൻറ്റിമീറ്ററിലൊരു മാർക്കിംഗ് എടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലൂ മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയിരുന്നു സ്ട്രെയിറ്റ് ലൈനിൽ. തൂണടിക്കാൻ വേണ്ടി ഇവിടെ മാർക്കിംഗ് എടുത്തിട്ട് ഫ്ലാറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് താഴത്തെ ഭാഗം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നിർത്തി കൊടുക്കുക. കാരണം ഇത് ഗ്രില്ല് കൂടി വരുന്ന സമയത്തൊക്കെ നല്ല സ്ട്രെങ്ത് ആവും. ഇവിടുന്ന് ഇങ്ങനെ ഓരോ സപ്പോർട്ട് ഗ്രില്ലിനും കൂടി വരുമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷം ഗ്രില്ല് ചെയ്യും. അപ്പോൾ അതിനോട്ടുള്ള ഹോൾ എടുക്കുന്നുണ്ട്. റാഫ്റ്റർ ഫിറ്റിങ്ങിനുള്ള ബോൾട്ട് അടിക്കുന്നുണ്ട്. ഇമ്പാക്റ്റ് ഡ്രില്ല് വെച്ചിട്ട് നല്ല ടൈറ്റ് തന്നെ കൊടുക്കും. പൈപ്പ് നമ്മൾ മുറിക്കുന്നുണ്ട്. 2.5-1.5 പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ റാഫ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എൻഡ് ഇതുപോലെയാണ് ക്യാപ്പ് അടിക്കൽ. 1.5 ഇഞ്ച് കൂട്ടി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് മുറിച്ചിട്ട് ക്യാപ്പ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഒരു പീസ് മുറിച്ച് ഒഴിവാക്കും. അപ്പോൾ വാട്ടർ ലെവൽ ചെയ്യാൻ വേണ്ടി പോയെന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു മാർക്കില്ലേ, ബ്ലൂ മാർക്ക്, അവിടെ നിന്ന് ഇപ്പുറത്തെ എൻഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്ലോപ്പ് പ്ലസ് നമ്മൾ ഈ ഒരു ബീമിൻ്റെ സൈസ് അതിൻ്റെ അളവ് കുറച്ച് വെച്ചിട്ട് ഈ ഹൈറ്റ് കട്ട് ചെയ്യും. ഇതാണ് വാട്ടർ ലെവൽ കിട്ടിയിട്ടുള്ളത്. 2.5 നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് പോയി, നമുക്ക് ഇത് വരുമല്ലോ ബീമിൻ്റെ ഹൈറ്റ് പോയി. പിന്നെ അതിന് ശേഷം നമ്മൾ സ്ലോപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് 3 ഇഞ്ച് ഈ ഒരു ലെവലിലേ സ്ലോപ്പ് വെക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും കൂടി നമ്മൾ കുറച്ച് വെക്കും. ഈ ലെവലിലാണ്ട് മുറിക്കും. അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 2.2 സ്ക്വയർ പേപ്പർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഗ്രില്ല് വരുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പരമാവധി നമുക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടി റൗണ്ടാ കുറച്ചുകൂടി നന്നാവുക. ഇതുപോലെ സെൻറ്റർ കിട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം കല്ലൊക്കെ പൊട്ടിപ്പോയി, നല്ല വെള്ളക്കല്ല. അപ്പോൾ നല്ല സ്ട്രോങ് ഒന്നുമില്ല. നമ്മളിപ്പോൾ കമ്പിയൂടെ അടിച്ചിട്ട് ഫൈനൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ഉറപ്പിക്കും. അപ്പോൾ അത് ഇതുപോലെ 2 ഭാഗത്ത് ലെവൽ ചെയ്തിട്ട് അടിച്ചു കൊടുക്കും. അത് വാട്ടർ ലെവൽ ചെയ്തിട്ട് ഇപ്പുറത്തേക്കുള്ളതിൻ്റെ ഹൈറ്റ് മുറിച്ച് കൊടുക്കും. പ്രത്യേകിച്ച് സ്ലോപ്പോ കാര്യങ്ങളോ ആക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ലെവൽ ചെയ്യുക, ഇപ്പറാക്കുക. 2ാമത്തെ തൂണും പിടിപ്പിക്കാൻ വേണ്ടി പോയെന്ന്. അതിനും കല്ല് സൈഡിൽ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ബീം അടിക്കാൻ വേണ്ടി പോയെന്ന് നമ്മൾ ഈ ഔട്ട് സൈഡ് കണക്കാക്കിയിട്ട് ഈ ഒരു ലെവലിൽ അടിച്ചു കൊടുക്കുന്നു കേട്ടോ. ആഫ്റ്റർ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന് അങ്ങ് എൻഡിലത് നമ്മൾ ആദ്യം വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ലോപ്പേ ഉള്ളൂ, കണ്ടാൽ മനസ്സിലാവും. ഷീറ്റിൽ എന്തായാലും വെള്ളം നിൽക്കില്ല. പിന്നെ അഥവാ ഇനിയിപ്പം മഞ്ഞ് സമയത്തൊക്കെ ചിലപ്പോൾ മുകളിലുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളുമ്പോൾ തന്നെ അത് ഉണങ്ങും. അത്രയും പെട്ടെന്ന് ഹീറ്റാകുന്ന സംഭവമാണ് ഈ ഷീറ്റ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ഗുണം അതാണ്. പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, അതേപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ തൽക്കാലം നമ്മൾ ആ ഒരു സംഭവം അനങ്ങിക്കൊണ്ട് നിൽക്കുന്നത്, ആ ബോൾട്ട് ടൈറ്റ് കുറവായതുകൊണ്ട് അവിടെ ഒരു കമ്പി അടിച്ചു കൊടുക്കുന്നത് ഇഷ്ടികൾക്ക് സപ്പോർട്ടായിട്ട്. ടോപ്പ് നമ്മൾ ഫസ്റ്റ് അടിച്ച റാഫ്റ്റർ അല്ലേ, അത് ഈ സെൻറ്റർ കണക്കാക്കിയിട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതേ ലെവലിലേക്ക് എന്ത് ചെയ്യും, ഇപ്പുറത്തെ എൻഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ 2ാമത്തെ റാഫ്റ്റർ അടിക്കാൻ വേണ്ടി പോയെന്ന് ആ ബ്ലൂ ലൈൻ കണക്കാക്കി ഇതിലേക്ക് നമ്മൾ ഈ ബീമിലേക്ക് ടച്ച് ചെയ്ത് അടിച്ചു കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ് വരിക. അപ്പോൾ ഇത്ര വന്നാലേ ലെവലാവും. അപ്പോൾ വെള്ളം എന്തായാലും ഒഴുകാൻ വേണ്ടി ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ കൂടുതൽ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സീലിംഗ് അടിക്കുന്ന സമയത്തേക്ക് നമ്മൾ ചരിച്ചിട്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല. മാക്സിമം അത്രയും എടുക്കാൻ പറ്റും. ഇവർക്കാണെങ്കിൽ അധികം താഴ്ന്നു കഴിഞ്ഞാൽ ബോറാവുകയും ചെയ്യും. ആദ്യം അതായിരുന്നു വർക്ക് ഏരിയ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ആ ഇറങ്ങുന്നത് ഒരു കല്ല് താത്തിയിട്ട് ഇപ്പം തന്നെ വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അല്ല പിന്നെ തീരെ വെളിച്ചം ഉണ്ടാവില്ല, അവിടത്തേക്ക് വെളിച്ചം കുറഞ്ഞു. കാരണം ഇവിടെ ഈ ഒരു വീട് വന്നു, പുറത്തൊരു വീടുണ്ട്, ഇവിടെയൊക്കെ മൊത്തം കവറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വെളിച്ചം നന്നായി കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഗ്രില്ലുള്ളത് കൊണ്ട് വെളിച്ചം കുറയാണ്ടിരിക്കാനും കുറച്ച് ഹൈറ്റ് കൂട്ടി വെക്കാനും ഉദ്ദേശിച്ചിട്ട് ഈ ഒരു പ്ലാനിങ് കൊണ്ട് ചെയ്യുന്നു. നമ്മൾ സാധാരണ റാഫ്റ്റർ ഡിവൈഡ് ചെയ്യുന്നത് 1:20 അല്ലെങ്കിൽ 4 ഫീറ്റ് കണക്കാക്കിയിട്ടാണ് സാധാരണ ചെയ്യുക, നോർമൽ ലെവലിലുള്ളത്. പിന്നെ അതിൻ്റെ ഈ ഒരു നമ്മൾ അടിക്കുന്ന റാഫ്റ്ററിൻ്റെ സ്ട്രെങ്ത്ത്, നമ്മളിപ്പോൾ സ്റ്റേ അടിച്ചിട്ട് ഡബിളാക്കിയിട്ട് ലൈൻ വരുന്നതുണ്ട്, സിംഗിൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന അകലം മാറും. ഇപ്പോൾ ഇവിടെ വരുന്നത് 4 മീറ്ററിലാണ്. അപ്പോൾ 4 മീറ്റർ വരും, 4 മീറ്റർ ഇല്ല 3.60 വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും സെൻറ്ററിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രെങ്ത്ത് എന്തായാലും ബാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ടോട്ടൽ 4 ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1:10 വരുന്നുള്ളൂ ഒന്നിൻ്റെ ഇടയിലുള്ള ഒരു റാഫ്റ്റർ ടു റാഫ്റ്ററിൻ്റെ അളവ്. അപ്പോൾ അത് ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പോയി. SS ബോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും വന്ന് ഇതിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് വരുമോ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഡയ വരുന്നത് 12 mm. ഇതിൻ്റെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 304 ഗ്രേഡുള്ള SS ഉപയോഗിക്കുന്നത് കേട്ടോ. അത് അടിച്ച് കയറ്റാൻ വേണ്ടി പോയി. നമ്മൾ പർലിങ് അടിക്കുകയാണ്. ഇത് എന്നാലും പാത്തീൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാമല്ലോ. ആ റാഫ്റ്ററിൻ്റെ ജോയിൻറ്റ് വരുന്നുണ്ട് 2 പീസ്. അപ്പോൾ ഇത് നമ്മൾ ഈ എൻഡ് കണക്കാക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് സ്ലോപ്പ് കൊടുക്കുന്നത്. ഒരു കണക്കിന് അങ്ങോട്ടേക്കായിരുന്നു നല്ലത്. അവിടെ ഒരു വാളാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടി ഒരു പൈപ്പ് ഇട്ടിട്ട് ഇടാൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ ആ വിൻഡോ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതിൽ കൂടി പൈപ്പൊക്കെ പൊട്ടിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയിപ്പം ഇങ്ങനെ വളച്ചിട്ട് കൊണ്ടുപോയിട്ട് തൂണ്ടയിലേക്ക് കൂടി താത്തിട്ട് ഇട്ട് കൊണ്ടുവരും. ക്യാപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്കിന് കേട്ടോ. ആദ്യ ക്ലാമ്പിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്ത് പോയാൽ റാഫ്റ്റർ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 4 ഇഞ്ച് കുറച്ച് വെക്കും. അപ്പോൾ ആ റാഫ്റ്ററിൻ്റെ അവിടെ നിന്ന് ഈ ഷീറ്റിൻ്റെ എൻഡിലേക്ക് 4 ഇഞ്ച് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുക. എന്നാൽ ഒരിക്കലും ഇതിലേക്ക് തുരുമ്പ് വരികയോ വെള്ളം റിട്ടേൺ പോയിട്ട് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ ഇവിടെ സെൻറ്റർ വരുന്ന വിധത്തിൽ ആദ്യത്തെ ഒന്ന് സെറ്റാക്കും. അതുപോലെ അപ്പുറത്തെ എൻഡിലൊന്ന് സെറ്റാക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചരട് കെട്ടിയിട്ടേ ചെയ്യുള്ളൂ. ചില സ്ഥലങ്ങളിലുണ്ട് പാമ്പ് ഇത് അടി കിട്ടിയ പോലെ ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ 2 സ്ഥലത്ത് അടിഭാഗത്തൊന്ന് ലെവൽ ചെയ്യും. കാരണം അവിടത്തേക്ക് സ്ലോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ചോ താഴ്ത്തി വെക്കലുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ഈ എൻഡ്, ഈ ഹോള്, ഈ എൻഡ് കണ്ട ഇതും സ്ട്രേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചരടടിയിട്ട് അത് രണ്ടും കൂടി ചരടടിയിട്ട് അടിക്കൽ. നമ്മൾ ഫസ്റ്റിലത്തത് അടിച്ചു കൊടുക്കുന്നത് ക്ലാമ്പ്. 4ാമത്തെ റാഫ്റ്റർ അടിക്കാൻ വേണ്ടി പോയെന്ന് 1 ഇഞ്ചിൻ്റെ പർലിങ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ആക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 12 അടിയുടെ റൂഫി ഷീറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 എണ്ണം ടോട്ടൽ അടിക്കാനുണ്ടാവും ഈ ഒരു ഗ്യാപ്പിൽ. ഷീറ്റ് ബോൾട്ട് അടിക്കേണ്ട കണ്ടീഷനിൽ അവിടെ കണക്കാക്കിയിട്ടാണ് ഒരു പൈപ്പ് അടിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രൈമർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് അവിടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഓയിലുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൈമർ അടിക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ഒന്ന് തുടച്ച് കളയുന്നത് നന്നാവും. ഓരോ പർലിങ്ങും നമ്മൾ 80 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഇടുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പാത്തിക്കളം പഠിച്ചു കൊടുക്കൽ. അടിഭാഗം നമ്മൾ ഇതിൻ്റെ ബോട്ടം ലെവലാക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ സൈഡ് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ 2 ചരട് കെട്ടി കൊടുക്കും. ഇപ്പോൾ ഞാനിപ്പം ഈ ബ്ലൂവിൻ്റെ ഇതാണ് എടുത്തിട്ട് കെട്ടിയിട്ടുള്ളത്, കാരണം ചരട് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ 2 പ്രൈമർ അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷീറ്റ് ഇടാൻ വേണ്ടി പറ്റൂ. ഏകദേശം അരമണിക്കൂറേ വേണ്ട എപ്പോക്സി തന്നെ അടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ക്ലാമ്പിൽ നിന്ന് ഇവിടത്തേക്ക് മൈന്യൂട്ടായിട്ടുള്ള സ്ലോപ്പ്, ശരി ഒരു 1.25 ഇഞ്ചോളം സ്ലോപ്പ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാത്തിയുടെ എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പ്രൈമർ ഏകദേശം അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷീറ്റ് ഇടാൻ വേണ്ടി പോയി. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ സൺഷെയ്ഡിൻ്റെ എൻഡിന് കണക്കായിട്ട് കിട്ടണം. പ്രൈമർ അടിച്ചുകൊണ്ടേ ഉണ്ട്, മുൾഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട്, അത് ഉണങ്ങി. അപ്പോൾ ഈ ഒരു റിബ് കണ്ട ഇത് എൻഡിൽ കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ പൈപ്പ് അടിച്ചിട്ടുള്ളത്. ആ ഒരു കണക്കിലേക്ക് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഷീറ്റ് ഇട്ട് പോയാണ്. അപ്പോൾ ആദ്യം ഒരു ബോൾട്ട് അടിക്കും, എന്നിട്ട് 2ാമത്തെ ഷീറ്റ് കയറ്റിയിട്ട് ഇതിൻ്റെ കോണിപ്പ് തീർക്കും. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ല നമ്മൾ ഒരു ഷീറ്റ് മാത്രം ഇട്ട് ഡയറക്റ്റ് ബോൾട്ട് അടിച്ച് പോയി പിന്നെ എടുത്തിടുമ്പോൾ ഈ എൻഡിൽ ഇങ്ങനെ കോണ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ റിബ് കണ്ട ഈ ചെറിയ ജോയിൻറ്റ് കാണുന്നില്ല, ആ ജോയിൻറ്റ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുക. ഈ കട്ടിങ് ഉള്ള ഭാഗം താഴോട്ടും മറ്റേത് മുകളിലേക്കും വരുന്ന രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ 2 ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കോണിപ്പ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അത് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2ാമത്തത് ഇടുന്ന സമയത്ത് വേണ്ട നമ്മൾ ആ പാത്തിയുടെ സെൻറ്ററിലായിരിക്കണം, ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് അടിച്ചടിച്ച് പോവാം. അപ്പോൾ ബോൾട്ട് അടിച്ച് കഴിഞ്ഞു.
നമ്മൾ ബോൾട്ട് അടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിലുള്ള പ്രൊട്ടക്ഷൻ ഫിലിം അയക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് മുകളിൽ. പിന്നെ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ എത്ര നല്ല കോട്ടിങ്ങുള്ള ഏത് കമ്പനി എടുത്താലും തുരുമ്പ് വരും. അപ്പോൾ അത് തുരുമ്പ് വരാതിരിക്കണമെങ്കിൽ അലൂമിനിയം അങ്ങനത്തത് എടുക്കണം. അലൂമിനിയം ആയാലും ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് കുത്തു പോലത്തെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ ഫിലിം കൊടുക്കുന്നത്. അടിഭാഗത്ത് വലിയ പ്രശ്നമില്ല. മുകൾഭാഗത്ത് എന്തായാലും എത്ര തന്നെ ആയാലും നമ്മൾ ഈ ബോൾട്ട് അടിച്ചതിന് ശേഷം മാത്രമേ ഇത് റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. സാധാരണ നമ്മൾ പ്രൈമർ അടിക്കൽ ആദ്യം പൈപ്പിന് അടിച്ചു വെച്ചതിന് ശേഷമാണ് വെൽഡിങ് ചെയ്യൽ. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പ് ഉരഞ്ഞിട്ട് പലപ്പോഴും പെയിൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ രണ്ടാമത് ഇവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ നമ്മളിത് പരമാവധി ഉരക്കാണ്ട് പൊക്കിയിട്ടാണ് മാറ്റി വെക്കൽ. അത് ഉരക്കുന്ന സമയത്തും പെയിൻറ്റ് മുകളിലെത്തത് പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരിക്കലും നമുക്ക് മുകളിൽ പെയിൻറ്റ് അടിക്കാൻ പറ്റില്ല. അഥവാ അടിക്കണം തോന്നിയാൽ തന്നെ നമ്മൾ ഷീറ്റൊന്ന് മാറ്റിയതിന് ശേഷമേ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഇത്ര നീളം കൂട്ടി വെക്കുന്നുണ്ട്. ഈ കൂട്ടി വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെള്ളം ഇറ്റിയിട്ട് അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാനാണ്. ഇവിടെ ഈ മുകളിലാണല്ലോ അടിച്ചിട്ടുള്ളത്, ഈ സാധനത്തിൻ്റെ മുകളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂട്ടി വെച്ചിട്ടുള്ളത്. എൻ്റെ അടിക്കുന്നുണ്ട്. അതാണ് പാത്തിയുടെ എൻ്റെ വരുന്നത്. സ്ക്വയർ പാത്തി ആയതുകൊണ്ട് ഈ രൂപത്തിലുണ്ടാവുക. ഈ ഗ്യാപ്പിലെ കൂടെ ഞാൻ പറഞ്ഞത് വെള്ളം ലീക്കാവും. അപ്പോൾ ഇവിടെ ഒന്നുകിൽ സിലിക്കോണ് അല്ലെങ്കിൽ MCL ഇട്ട് കൊടുക്കും. നമ്മളിപ്പോൾ ഇവിടെ MCL ഇട്ട് കൊടുക്കുന്നത്. ഈ കോർണറിൽ ഇങ്ങനെ MCL ഇട്ട് കൊടുക്കും. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പാത്തി ഇടാൻ വേണ്ടി പോയി അന്ന് നമ്മൾ ഈ ഒരു രൂപത്തിൽ ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് നീളം മുറിക്കാറുണ്ട്. ഇവർ നീളം കണക്കാക്കിയിട്ട് അതിൻ്റെ ഡ്രോപ്പറിൻ്റെ നീളം കൂടി വരുന്ന രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബാറ്ററി കട്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ വയറ് നീളെത്താത്ത സ്ഥലങ്ങളിൽ അത് അത്യാവശ്യം കറണ്ട് പോയാൽ ഇങ്ങനത്തെ വർക്കെല്ലാം നടക്കും. നമ്മളിപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ബാറ്ററി ആയി. വെൽഡിങ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ബാറ്ററി ആയി. കഴിയുന്നവർക്ക് ഈ ഒരു ബാറ്ററി കട്ടർ വാങ്ങിക്കോട്ടാ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മൾ 5ാമത്തെ ഷീറ്റ് ഇടാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ 4.25 ഷീറ്റാണ് വരുക കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ കിട്ടും. ഇപ്പോൾ സമയം കറക്റ്റ് 1:10 നമ്മൾ 5 ഷീറ്റ് ഇട്ട് കഴിഞ്ഞു. നമ്മൾ പ്രൈമറി 2ാമത് അടിച്ചത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പിന്നെ ഈ ഷീറ്റ് പൊളിച്ചെടുക്കാനും കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഏകദേശം ബോൾട്ടൊക്കെ അടിച്ച് കഴിഞ്ഞു. ഏകദേശം സ്ക്വയർ ഫീറ്റ് പറയുകയാണെങ്കിൽ 200-ന് മുകളിൽ വരും. കറക്റ്റ് ഞാനിതിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയിട്ടിടാം. അപ്പോൾ ഞാനേതായാലും ഇതിൻ്റെ സ്ലോപ്പ് കാണിക്കാൻ വേണ്ടി ഒന്ന് വെള്ളം നനക്കാൻ വേണ്ടി പോയെന്ന് ഒരു ഓസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും മഴ പെയ്യുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാവുക. നല്ല സ്മൂത്തായിട്ട് തന്നെ വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ടോ. ഇപ്പം തന്നെ ഇവിടുന്ന് ഈ സൈഡിലെ കൂടി റിബിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ പോയി വറ്റി വെള്ളം വറ്റാനായി. പാത്തിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്ലോപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അവിടുന്ന് ആ ഒരു ഡ്രോപ്പറൊന്നും കൃത്യമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ലെവലിൽ തന്നെ കിട്ടുന്നുള്ളൂ. ഏകദേശം നമ്മൾ 3 ഇഞ്ചാന്നുള്ള സ്ലോപ്പ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല ശക്തിയായ മഴ വന്ന് ചാറ്റിലൊക്കെ വന്ന് അങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു ബോർഡർ ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരില്ല. അവിടെ പൈപ്പൊന്നും കൊടുത്തില്ല. ആ സൈഡിലെ കൂടെയൊക്കെയുള്ള പൈപ്പിലെ കൂടെയൊക്കെ വെള്ളം പോയിക്കോളും. പിന്നെ അധികം സ്ലോപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉയരം കുറയുന്നൊരു പ്രശ്നവും വന്ന് പിന്നീട് നമുക്ക് സീലിംഗ് അടിക്കുന്ന സമയത്തേക്ക് ഒരുപാട് ഉയരാകുമ്പോൾ അത്രയും അവർക്ക് വേസ്റ്റായി പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ താഴെ ഇതിൻ്റെ അടിയിൽ ഒരു PVC സീലിംഗ് അടിക്കുന്ന ഒരു പോർഷൻ ചെയ്യാണ്ട് എന്തായാലും. അതിപ്പോൾ പ്ലാസ്റ്റിക് കഴിയണം, ടൈലും കൂടി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. പിന്നെ ഇവിടെ കിച്ചണിൻ്റെ വർക്ക് കൂടി പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതും കൂടി ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി വെച്ചേക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. ചിലതിൻ്റെയൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് വലിക്കാൻ കിട്ടുന്നുണ്ട്. ചിലതൊക്കെ നമ്മളെ ഈ ഷോപ്പിൽ തന്നെ ചിലപ്പോൾ ഉരഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി. ചെറിയ ഇതായിട്ട് കല വന്നതുകൊണ്ട് കട്ടായി പോന്നു. അവിടെ വരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടി കേട്ടോ. പാത്തിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല സ്മൂത്തായിട്ട് തന്നെ അങ്ങോട്ടേക്ക് ഒഴുകി പോകുന്നുണ്ട്. സ്ലോപ്പൊക്കെ വളരെ കറക്റ്റാണ്. ഇത്തിരി ശക്തി തന്നെ ഒഴുകി പോകുന്ന കാണാം ഈ ഇതിലുള്ള വെള്ളം.